ഹലോ, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി രസത്തിൻ്റെ റെസിപ്പി നോക്കാം. തക്കാളി കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ജീരകം, മല്ലി, കുരുമുളക് എന്നിവ ചൂടാക്കണം. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്നിട്ട് ഇടികല്ലിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആ ചതയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. അതും കൂടി നന്നായി ഒന്ന് ചതച്ച് കൊടുക്കുക. അതിനുശേഷം തക്കാളി ഇട്ടിരിക്കുന്ന അതേ പാത്രത്തിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുക. മല്ലിയില കൂടുതൽ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. മല്ലിയിലയും തക്കാളിയും കൈകൊണ്ട് നന്നായി ഉടച്ച് തക്കാളിയുടെ ജ്യൂസൊക്കെ വെളിയിൽ വരുന്ന പാകത്തിന് എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓണാക്കിയിട്ട് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിള വന്നതിന് ശേഷം മറ്റൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, 2 ചെറിയ പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ചേർക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഈ താളിച്ചതെല്ലാം കൂടി രസത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർക്കാം. കുരുമുളക് ചേർത്തതിന് ശേഷം ഇവിടെ കായപ്പൊടിയാണ് ചേർക്കുന്നത്. കായപ്പൊടിയും കൂടെ തിള വരുമ്പോൾ ചേർക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് പുളിയുടെ വെള്ളം കൂടി ചേർക്കാവുന്നതാണ്, പുളി പിഴിഞ്ഞ വെള്ളം. എന്നിട്ട് നന്നായി ഉപ്പുമൊക്കെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഒന്നുകൂടി നന്നായി തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്.